അസ്സലാമു അലൈക്കും അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹനിധികളായ മുത്തുമുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നുപോയ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്ന് ഈ സയ്യിദിയ്യ മജ്ലിസിൽ വെച്ച് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ധാരാളം ആളുകൾ വന്ന് പറയുന്ന ഫോൺ വിളിച്ചറിയിക്കുന്ന ശനിയാഴ്ചയും തിങ്കളാഴ്ചയും കൺസൾട്ടിങ്ങിന് വന്ന് സങ്കടങ്ങൾ പറയുന്ന ആളുകൾ പറയുന്ന ഒരു പ്രയാസമാണ്, തങ്ങളെ ഞങ്ങൾ ആവശ്യങ്ങളൊന്നും ഞങ്ങൾ നിറവേറ്റിയെടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. ഞങ്ങൾ ആവശ്യങ്ങളൊന്നും ഞങ്ങൾക്ക് നിറവേറ്റിയെടുക്കാൻ സാധിക്കുന്നില്ല. ആവശ്യ നിർവഹണത്തിന് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ആവശ്യങ്ങൾ നേടിയെടുക്കാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഞങ്ങളെ മുറാദുകൾ ഹാസിലായി കിട്ടാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് സങ്കടങ്ങൾ പറയുന്ന ആളുകളുണ്ട്. ഞാൻ ധാരാളം ദിക്റ് ചൊല്ലി, ധാരാളം സ്വലാത്തുകൾ ചൊല്ലി, ധാരാളം കാര്യങ്ങൾ ചെയ്തു, എന്നിട്ടും എൻ്റെ ആവശ്യങ്ങൾ നിറവേറുന്നില്ല. ആവശ്യങ്ങൾ നിറവേറ്റിയെടുക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. എങ്ങനെയാണ് നമ്മൾ ആവശ്യങ്ങൾ നിറവേറ്റിയെടുക്കേണ്ടത്? അതിനെ പറ്റി ഏറ്റവും നല്ലൊരു അമലാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ധാരാളം ദിക്റ് ചൊല്ലി, ധാരാളം സ്വലാത്ത് ചൊല്ലി നമ്മളെ കാര്യങ്ങൾ നിറവേറ്റിയെടുക്കാൻ സാധിക്കും, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. അതിന് പറ്റിയ നല്ലൊരു അമലാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് പറയുന്നത്. ഈ ദിക്റെങ്ങാനും ഒരാൾ, ഞാൻ പറഞ്ഞ എണ്ണമനുസരിച്ച് ഞാൻ പറയുന്ന സമയമനുസരിച്ച് ഒരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ മഹാന്മാർ പറയുന്നു അവൻ്റെ ആവശ്യങ്ങൾ അവനക്ക് നിറവേറ്റിയെടുക്കാൻ സാധിക്കും. അതാണ് നമ്മൾ ധാരാളം ദിക്റ് ചൊല്ലി, ധാരാളം സ്വലാത്ത് ചൊല്ലി, ധാരാളം ഇബാദത്തുകൾ ചെയ്തു. അതിനുള്ള പ്രതിഫലവും അതിനുള്ള കൂലിയും പടച്ച റബ്ബിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. നിങ്ങൾക്ക് വേണ്ടുവോളം കൂലി ഉണ്ടാകും, വേണ്ടുവോളം അതിൻ്റെ പ്രതിഫലം ഉണ്ടാവും. പക്ഷേ ആവശ്യ നിർവഹണത്തിന് ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഇപ്രകാരമാണ് ഇത്രയും എണ്ണം, ഇൻഷാ അല്ലാഹ് ഞാൻ പറയുന്ന എണ്ണത്തിനനുസരിച്ച് നിങ്ങൾ ഈ ദിക്റെങ്ങാനും ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങളെ എല്ലാ ആവശ്യങ്ങളും അല്ലാഹു നിറവേറ്റി തരുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു. പിന്നെ അവനക്ക് ആവശ്യങ്ങൾ ഉണ്ടാവില്ല, പിന്നെ അവനക്ക് മുറാദുകൾ ഉണ്ടാവില്ല. ഹലാലായ മുറാദുകൾ ഹാസിലാക്കി നിനക്ക് എടുക്കണോ ഇൻഷാ അല്ലാഹ് ഈ അമൽ ചെയ്തു നോക്കിനി. ഇൻഷാ അല്ലാഹ് എൻ്റെ എല്ലാ ആവശ്യങ്ങളും അല്ലാഹു നിറവേറ്റി തരും എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു. എന്താവശ്യം ഉണ്ടെങ്കിലും, ചെറുതാണോ വലുതാണോ ഒന്നൊന്നും നോട്ടല്ല, എൻ്റെ എന്താവശ്യം ഉണ്ടെങ്കിലും അല്ലാഹു നിറവേറ്റി തരും. ഈ ദിക്റ് ഇൻഷാ അല്ലാഹ് ചൊല്ലിക്കഴിഞ്ഞാൽ ഇപ്രകാരം പറഞ്ഞ അമലുകളാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പതിവാക്കേണ്ടത്, ജീവിതത്തിൽ ദായിമാക്കേണ്ടത്. എന്തെല്ലാം ആവശ്യങ്ങളാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. ധാരാളം മുറാദുകളാണ് അവൻ്റെ മനസ്സിൽ, ധാരാളം സ്വപ്നങ്ങളാണ് അവൻ്റെ മനസ്സിൽ. ജീവിച്ച് തുടങ്ങി പിന്നെ അവൻ സ്വപ്നം കാണാൻ തുടങ്ങുകയാണ്.
ആദ്യമായി ഒരു മനുഷ്യൻ സ്വപ്നം കാണുന്നത് നല്ല ജോലിയാണ്. ഖൈറായ ജോലി എനിക്ക് വേണം, നല്ല സമ്പാദിക്കാൻ പറ്റിയ, എൻ്റെ കുടുംബത്തെ റാഹത്തായി നോക്കാൻ പറ്റിയൊരു നല്ല ജോലി എനിക്ക് വേണം. അവൻ സ്വപ്നം കാണും, വലിയ ജോലി സ്വപ്നം കാണും. അതവൻ്റെ മുറാദാണ്, അവൻ്റെ ഹലാലായ അവൻ്റെ മുറാദാണത്. ഈ ദിക്ർ ചൊല്ലിക്കോ, നിനക്ക് പടച്ച റബ്ബ് ഹസനാക്കി തരും. പിന്നെ അവൻ സ്വപ്നം കാണൽ എന്താണ്? ഒരു വാഹനം അവൻ സ്വപ്നം കാണും. പിന്നെ അവൻ സ്വപ്നം കാണല് കുടുംബമൊത്ത് റാഹത്തായി സന്തോഷത്തോടെ ഐക്യത്തോടെ ആനന്ദത്തോടെ സന്തോഷത്തോടെ ജീവിക്കാൻ അവൻ സ്വപ്നം കാണൽ. അവൻ ഒരു വീടാണ്, ഒരു മസ്കൻ അവൻ സ്വപ്നം കാണും. എല്ലാം സ്വപ്നമാണ്. എല്ലാ സ്വപ്നങ്ങളും അവൻ കണ്ട് വലിയതായ സ്വപ്നങ്ങൾ പൂവണിയാൻ അവൻ ആഗ്രഹിക്കും. അവൻ്റെ എല്ലാ സ്വപ്നങ്ങളും അവൻ്റെ എല്ലാ ആഗ്രഹങ്ങളും അവൻ തലയിൽ ഏറ്റി സഞ്ചരിക്കുന്നവനാണ് മനുഷ്യൻ. വലിയ വലിയ ആഗ്രഹങ്ങൾ, വലിയ വലിയ സ്വപ്നങ്ങൾ അവൻ തലയിലേറ്റി ഇങ്ങനെ സഞ്ചരിക്കും. എനിക്കതാവണം, എനിക്കത് കിട്ടണം എന്നെല്ലാം പറഞ്ഞവൻ തലയിലേറ്റൊരു മനുഷ്യൻ ഇങ്ങനെ സഞ്ചരിക്കും. അതാണ് മനുഷ്യൻ, അതാണ് മനുഷ്യൻ. അവൻ്റെ മുറാദുകൾ ഹലാലാണോ? നീ ഉദ്ദേശിക്കുന്ന മുറാദ് ഹലാലാണോ? അത് ഹാസിലാവാൻ ഇൻഷാ അല്ലാഹ് ഈ ദിക്ർ ചൊല്ലിയാൽ നിന്റെ ഹലാലായ എല്ലാ മുറാദും പടച്ച റബ്ബ് ഹാസിലാക്കി തരും. അത്രയും പവർഫുൾ ആയിട്ടുള്ള അമലാണ്. ഇൻഷാ അല്ലാഹ് ഈ മജ്ലിസിൽ വെച്ച് ഇൻഷാ അല്ലാഹ് നിങ്ങൾ അമൽ സ്വീകരിച്ചു കഴിഞ്ഞാൽ എല്ലാ മുറാദും പടച്ച റബ്ബ് മാറ്റിത്തരും. മഹാന്മാരുടെ ഹക്ക് ജാവ് ബർക്കത്ത് കൊണ്ട്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഈ മഹത്തായ ഈ സയ്യിദിയ മജ്ലിസ് വെറുമൊരു മജ്ലിസല്ല, വെറുമൊരു അമല് പറയുന്നൊരു മജ്ലിസല്ല, ധാരാളം ദുആക്ക് ഉത്തരം ലഭിക്കുന്ന ഒരു മജ്ലിസും കൂടിയാണ്. നിങ്ങളെ ഹലാലായ മുറാദുകൾക്ക്, നിങ്ങളെ ഹലാലായ മുറാദുകൾ ഹാസിലാവണോ? ഇൻഷാ അല്ലാഹ് ഈ മജ്ലിസിൽ നിന്ന് നീ അമൽ സ്വീകരിച്ചോ, എന്നിട്ട് ദുആ ചെയ്തോ, ആമീൻ പറഞ്ഞോ. ദുആ ചെയ്യുന്ന സമയത്ത് നീ ഇരു കരങ്ങള് പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് ഉയർത്തിക്കൊണ്ട് പൊട്ടിക്കരഞ്ഞ് ആമീൻ പറഞ്ഞു നോക്ക്. ധാരാളം ആളുകൾക്ക് ഈ മജ്ലിസ് കൊണ്ട് വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വലിയ വലിയ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട ആളുകൾ, വലിയ വലിയ പ്രതിസന്ധികൾ നേരിട്ട ആളുകൾ, തരണം ചെയ്ത് ജീവിതത്തിലേക്ക് മടങ്ങി വന്ന ആളുകൾ. ഞാൻ ഓരോന്നും പറയുന്നില്ല, പല ആളുകൾക്കും ബുദ്ധിമുട്ടാകുമോ ഇൻഷാ അല്ലാഹ് പേരെടുത്ത് പറയുന്നില്ല. ധാരാളം പ്രയാസങ്ങൾ, വലിയതായ ജയിലിലടക്കപ്പെടുമെന്നുള്ള പേടിപ്പെടുത്തുന്ന കേസുകൾ വരെ ഇൻഷാ അല്ലാഹ് ഈ മജ്ലിസിലേക്ക് വിളിച്ചറിയിക്കുകയും ശനിയാഴ്ചയും തിങ്കളാഴ്ചയും ഇവിടത്തേക്ക് വരാൻ പറഞ്ഞു. അതിലൊരു ദിവസം അവർ വരികയും കാര്യങ്ങൾ നിർവഹിച്ചു കൊടുക്കുകയും ചെയ്തു, നേർച്ചകൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ഇൻഷാ അല്ലാഹ് അതവർ ആത്മാർത്ഥമായി ഇഖ്ലാസോടെ അവർ സ്വീകരിച്ചു. കഴിഞ്ഞ തിങ്കളാഴ്ച അവർ വന്നിരുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ച ഒരു സന്തോഷ വാർത്തയുമായി അറിയിച്ചു വന്നു. തങ്ങൾ അൽഹംദുലില്ലാ റാഹത്തായി അൽഹംദുലില്ലാ. ഈ മജ്ലിസിന്റെ ഹക്ക്, ഈ മജ്ലിസിന്റെ ബർക്കത്ത് മാത്രമാണ് തങ്ങളെ. വലിയ പ്രയാസത്തിലായിരുന്നു, വലിയ ദുഃഖത്തിലായിരുന്നു. എൻ്റെ മകനെങ്ങാനും അങ്ങനെയെങ്ങാനും അകപ്പെട്ട് കഴിഞ്ഞാൽ വളരെ സങ്കടമാണ്. നാട്ടിൽ അവൻ്റെ ഉപ്പക്കോ ഞങ്ങൾക്കോ ഇറങ്ങി നടക്കാൻ പറ്റൂല. അവൻ്റെ പെങ്ങളെ കല്യാണം ആലോചിച്ച് കിടക്കുകയാണ്, എല്ലാം റെഡിയാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അതെങ്ങാനും മുടങ്ങിപ്പോവോ എന്ന് ഞാൻ ഭയന്നിരുന്നു തങ്ങളെ. അൽഹംദുലില്ലാ ഈ മജ്ലിസിന്റെ ഒരു കാവലാണ്, ഈ മജ്ലിസിന്റെ കാവലാണ് മഹാനായ ഖുതുബ് ജമലുല്ലൈലി പാപ്പയുടെ കാവലും നോട്ടവുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞിരുന്നു ആ സഹോദരി. അത്രയും പവർഫുൾ ആയിട്ടുള്ള മജ്ലിസാണ്. അതാണ് ഞാൻ പറയുന്നത്. അതൊക്കെ അഷ്റഫുൽ ഹൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നോട്ടവും കാവലുമുള്ള മജ്ലിസാണ് ഈ മജ്ലിസ്. അവിടുത്തെ പേരക്കിടാവായ ഇന്തോനേഷ്യയിലെ അച്ചിയിലെ സുമാത്ര ദ്വീപിൽ നിന്നും കടലിൽ മുസല്ല വിരിച്ചുകൊണ്ട് കടലുണ്ടി തീരത്തെത്തിയ മഹാനായ ഖുതുബ് ബാഹസൻ ജമലുല്ലൈലി
തങ്ങൾ ഉപ്പാപ്പയുടെ കാവലും നോട്ടത്തിലുമാണ് ഈ മജ്ലിസ് നടന്നു പോകുന്നത്. ഓരോരോ അമൽ ഇവിടെ പറഞ്ഞോ, ഓരോരോ കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞോ, ഇതിനൊക്കെ ഇജാസിയത്ത് വാങ്ങിയിട്ടാണ് ഞാൻ വരുന്നത്. മഹാനായ ഉപ്പാപ്പയുടെ ഹദ്റത്തിൽ ചെന്നുകൊണ്ട് സമ്മതം വാങ്ങി, അവിടുത്തെ ഇജാസിയത്ത് വാങ്ങി, അവിടുത്തെ പൊരുത്തത്തോടും കൂടിയാണ് ഈ മജ്ലിസ് നടന്നു പോകുന്നത്. അവിടുത്തെ പാരമ്പര്യ രീതിയിലാണ് ഇവിടുത്തെ ഓരോരോ ചികിത്സാ രീതിയും. അല്ലാഹുവേ, നീ അവിടുത്തെ ദറജ നീ ഏറ്റി നൽകണേ അല്ലാ, നീ നൽകണേ അല്ലാ, നീ നൽകണേ തമ്പുരാനെ. ഇൻഷാ അല്ലാ, ഇൻഷാ അല്ലാ. ഉപ്പാപ്പയുടെ കാവലിലാണ് മജ്ലിസ് നടന്നു പോകുന്നത്. അവിടുത്തെ ഒരു ശക്തിയാണ് മജ്ലിസിന്റെ വളർച്ച, അവിടുത്തെ നോട്ടം കൊണ്ടാണ് മജ്ലിസിന്റെ ഉയർച്ച. അല്ലാഹുവേ, നീ ദറജ ഏറ്റി നൽകണേ അല്ലാ, ഏറ്റി നൽകണേ അല്ലാ. ഓരോരുത്തർ ഇവിടെ അമൽ സ്വീകരിച്ചു വരുന്ന ആളുകൾ, ഇവിടമിൽ ശനിയാഴ്ചയും തിങ്കളാഴ്ചയും വന്ന് കാര്യങ്ങൾ നിർവഹിച്ച് അത് റാഹത്തായി സന്തോഷ വാർത്ത അറിയിക്കുന്ന ആളുകൾ, ഇതൊക്കെ മഹാനായ ഉപ്പാപ്പയുടെ കാവലാണ്, ഉപ്പാപ്പയുടെ ഇജാസിയത്ത് കൊണ്ടാണ്, ഉപ്പാപ്പയുടെ കുരുത്തവും പൊരുത്തവും കൊണ്ടാണ്, ഉപ്പാപ്പയുടെ കറാമത്ത് കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്നത്. ഒരിക്കലും ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല എൻ്റെ മഹത്താണെന്ന്. എൻ്റെ മഹത്വം ഒന്നുമല്ല, ഞാനൊന്നുമല്ല. മഹാനായ ഞങ്ങളൊക്കെ വല്ലിപ്പയായ ജമലുല്ലൈലി പാപ്പയുടെ കാവൽ കൊണ്ട് മാത്രമാണ്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. ധാരാളം ആളുകൾക്ക് ഈ മജ്ലിസിൽ നിന്ന് അമൽ സ്വീകരിച്ച ആളുകൾക്ക്, ശനിയാഴ്ചയും തിങ്കളാഴ്ചയും വന്ന് ഓരോരോ കാര്യങ്ങൾ നിർവഹിച്ചു പോയ ആളുകൾക്ക് ധാരാളം മുറാദുകൾ ഇവിടെ കൊണ്ട് ഹസിലായി. പൈശാചികമായ ഉപദ്രവങ്ങൾ നീങ്ങി, സിഹർ പോലുള്ള, കണ്ണേർ പോലുള്ള ശൈത്താനിയത്തിന്റെ ഉപദ്രവങ്ങൾ നീങ്ങിയ ആളുകൾ, സന്തോഷ വാർത്ത അറിയിച്ച ആളുകൾ ധാരാളം ദിക്കുകളിൽ നിന്ന്, കൊല്ലം, തിരുവനന്തപുരം, കണ്ണൂർ, കാസർഗോഡ് അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ഇവിടത്തേക്ക് ഒഴുകിയെത്തുന്ന ആളുകൾ, അവർക്കൊക്കെ പറയാനുള്ളത് ഈ മജ്ലിസിന്റെ മഹത്വം മാത്രമാണ്. ഓരോരോ ദിവസവും ശനിയാഴ്ചയും തിങ്കളാഴ്ചയും ഇവിടമിൽ വന്ന് പറയുന്ന ആളുകൾ ഈ മജ്ലിസിന്റെ മഹത്വമാണ്. ഇവിടുത്തെ കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ട് അവരുടെ ജീവിതം ധന്യമാക്കിയ സന്തോഷ വാർത്തകളാണ്. അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ, മജ്ലിസിന്റെ അഭിവൃദ്ധിയിൽ നിന്നും അഭിവൃദ്ധിയിലേക്ക് നീ ഉയർത്തണേ അല്ലാ, നീ ഉയർത്തണേ തമ്പുരാനെ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ മജ്ലിസിൽ വെച്ച് നിങ്ങൾ അമൽ സ്വീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും കുഴങ്ങൂല. നിങ്ങളെല്ലാ ആഗ്രഹങ്ങളും അല്ലാഹു സഫലീകരിച്ചു തരും, അല്ലാഹു സഫലീകരിച്ചു തരും. നിങ്ങൾക്ക് നിങ്ങളെ ഭർത്താവിനൊരു ജോലിയാണോ നിങ്ങൾ ആഗ്രഹം, അല്ലാഹു സഫലീകരിച്ചു തരും. ഈ ദിക്ർ ചൊല്ലിക്കോ, ഇപ്രകാരം എണ്ണപ്രകാരം ഈ ദിക്ർ ചൊല്ലിക്കോ, അല്ലാഹു സഫലീകരിച്ചു തരും. നിന്റെ മകൻക്കൊരു ജോലിയാണോ നിന്റെ പ്രയാസം, അല്ലാഹു സഫലീകരിച്ചു തരും. നിങ്ങൾക്കൊരു വീടാണോ നിങ്ങളുടെ പ്രയാസം, നിങ്ങളുടെ ആഗ്രഹം, അല്ലാഹു സഫലീകരിച്ചു തരും. ഇപ്പൊ തങ്ങളെ കോട്ടൈസിലാണ്, കോട്ടൈസിന്റെ വാടക കൊടുത്ത് കുടുങ്ങി മടുത്തു തങ്ങളെ. കോട്ടൈസിന്റെ വാടക കൊടുത്ത പൈസ ഉണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു വീടും ഒരു ഭൂമിയും ഒരു വീടും എടുക്കാമായിരുന്നു. 5 സെന്റ് ഭൂമിയും അതിലൊരു വീടും എടുക്കാമായിരുന്നു. അത്രയും വാടക കൊടുത്ത് കുടുങ്ങി മടുത്ത്. ചോരുന്ന മഴ പെയ്തു കഴിഞ്ഞാൽ ചോർന്നൊലിക്കുന്ന വീടാണ് തങ്ങളെ, ചോർന്നൊലിക്കുന്ന വീടാണ്. പ്രയാസമാണ്, പ്രതിസന്ധിയാണെന്ന് പൊട്ടിക്കരഞ്ഞ് പറയുന്ന ആളുകളുണ്ട്, പൊട്ടിക്കരഞ്ഞ് പറഞ്ഞ ആളുകളുണ്ട്. അവർക്കൊരു വീടാണെങ്കിൽ ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ് ഈ അമൽ ചെയ്തോ, ഈ അമൽ ചെയ്തോ, ഈ അമൽ ചെയ്തോ, നിങ്ങളുടെ എല്ലാ മുറാദുകളും അല്ലാഹു ഹാസിലാക്കി തരും. അല്ലാഹു ഹാസിലാക്കി നൽകുമാറാകട്ടെ, അല്ലാഹു നൽകുമാറാകട്ടെ. ധാരാളം മുറാദുകളാണ്, ഓരോരോ സ്വപ്നങ്ങളാണ് മനുഷ്യന്, ഓരോരോ ആഗ്രഹങ്ങളാണ്. എന്താഗ്രഹം, ഹലാല എന്താഗ്രഹങ്ങളും അല്ലാഹു സഫലീകരിച്ചു തരും. ഈ അമൽ നീ നെഞ്ചോട് ചേർത്ത് വെക്ക്, നീ നെഞ്ചോട് ചേർത്ത് വെക്ക്. എന്താണ് അമൽ? ഇൻഷാ അല്ലാഹ് അമലിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ എപ്പോഴും മജ്ലിസിൽ പറയുന്നത് പോലെ പറയാനുള്ള കാരണവും ഞാൻ പറയാറുണ്ട്.
ധാരാളം ആളുകൾ കാണുന്നൊരു പ്ലാറ്റ്ഫോമാണ്. ധാരാളം ആളുകൾ നിരന്തരമായിട്ട് പല ഭാഗങ്ങളിൽ നിന്ന്, പല ദിക്കുകളിൽ നിന്ന് വിളിക്കുന്ന ആളുകളുണ്ട്. ഇനി എന്നാണ് തങ്ങളെ വീട്ടിലുണ്ടാവുക, ഇനി എന്നാണ് കൺസൾട്ടിങ് ഉണ്ടാവുക എന്ന് പല ഭാഗങ്ങളിൽ നിന്ന് വിളിക്കുന്ന ആളുകളുണ്ട്. ഇൻഷാ അല്ലാഹ് അവരോട് ഇനി പറയാനുള്ളത്, ഇനി വരുന്ന ശനിയാഴ്ചയാണ് കൺസൾട്ടിങ് ഉള്ളത്. ഇനി വരുന്ന ശനിയാഴ്ചയാണ് വീട്ടിൽ നോട്ടമുള്ളത്. ഇൻഷാ അല്ലാഹ് ഈ നമ്പറിൽ വിളിച്ച് അന്വേഷിച്ച് ഇൻഷാ അല്ലാഹ് ബുക്ക് ചെയ്തു വരിക. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എല്ലാ പ്രയാസങ്ങളും അല്ലാഹുവേ നീ മാറ്റി നൽകണേ അല്ലാ. ഞങ്ങൾക്ക് നീ റാഹത്ത് നൽകണേ അല്ലാ. ഞങ്ങൾക്ക് നീ ഐശ്വര്യം നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെല്ലാ പ്രയാസങ്ങളും നീ മാറ്റി ഞങ്ങൾക്ക് നീ സലാമത്ത് നൽകണേ അല്ലാ. നീ നൽകണേ അല്ലാ. നീ നൽകണേ തമ്പുരാനെ. പല ഭാഗങ്ങളിൽ നിന്ന്, കേരളത്തിൻ്റെ അകത്തു നിന്നുള്ള ആളുകൾ, പുറത്തു നിന്നുള്ള ആളുകൾ, കർണാടക പോലുള്ള, തമിഴ്നാട് പോലുള്ള സ്റ്റേറ്റുകളിൽ നിന്ന് ഇവിടത്തേക്ക് ശനിയാഴ്ചയും തിങ്കളാഴ്ചയും വരുന്ന ആളുകൾ, എൻ്റെ പ്രവാസി സുഹൃത്തുക്കൾ, പ്രവാസികളൊക്കെ കൺസൾട്ടിങ്ങിന് വരുന്നത് ലീവ് എടുത്തിട്ടാണ് വരുന്നത്. ലീവ് എടുത്തിട്ട് കൺസൾട്ടിങ് വരുന്ന ആളുകൾ, ലീവ് എടുത്ത് വന്ന് കൺസൾട്ടിങ് ചെയ്യുന്ന ആളുകൾ, എൻ്റെ ദ്വീപ് നിവാസികൾ, ധാരാളം ആളുകൾ, നമ്മുമായി ബന്ധപ്പെടുന്ന ആളുകൾ, എൻ്റെ ദ്വീപ് നിവാസികൾ, അല്ലാഹു അവരുടെ എല്ലാ പ്രയാസങ്ങളും നീ മാറ്റി നൽകണേ അല്ലാ. ഞങ്ങൾ അഭേദ്യമായി ബന്ധം സ്ഥാപിക്കുന്നവരാണ് ഞങ്ങളെ ദ്വീപുകാർ. അല്ലാഹുവേ 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 ആഫിയത്തും ദീർഘായുസ്സും അവർക്ക് നീ കൊടുക്കണേ അല്ലാ. രോഗങ്ങൾ അല്ലാഹുവേ പരിപൂർണ ശിഫ അവർക്ക് കൊടുക്കണേ അല്ലാ. പൈശാചികമായ എല്ലാ ഉപദ്രവങ്ങളും അല്ലാഹു അവർക്ക് നീ മാറ്റി സലാമത്ത് നീ നൽകണേ അല്ലാ. നീ രക്ഷ നൽകണേ അല്ലാ. നീ രക്ഷ നൽകണേ തമ്പുരാനെ. ധാരാളം ഭാഗത്തു നിന്ന് വരുന്ന ആളുകൾ ശനിയാഴ്ചയും തിങ്കളാഴ്ചയും പൊട്ടിക്കരഞ്ഞുകൊണ്ട് നീറുന്ന പ്രയാസങ്ങൾ, നീറുന്ന വേവലാതികൾ, സങ്കടങ്ങൾ, ബുദ്ധിമുട്ടുകൾ, എടങ്ങേറുകൾ പറയുന്ന ആളുകൾ അല്ലാഹു എല്ലാവർക്കും നീ രക്ഷ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ഉപ്പാപ്പയുടെ കാവൽ എല്ലാവർക്കും നീ നൽകണേ അല്ലാ. നീ നൽകണേ അല്ലാ. നീ നൽകണേ അല്ലാ. നീ നൽകണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് അമലിലേക്ക് കടക്കാം. നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഇൻഷാ അല്ലാഹ് അമലിലേക്ക് കടക്കാം. എന്താണ് അമൽ? ഹുവൽ അവ്വലു വൽ ആഖിറു വല്ലാഹിറു വൽ ബാത്തിനു വഹുവ അലാ കുല്ലി ഷൈഇൻ അലീം. ഹുവൽ അവ്വലു അല്ലാഹു ആദ്യമാണ്, വൽ ആഖിറു അല്ലാഹു അവസാനവുമാണ്, വല്ലാഹിറു വൽ ബാത്തിനു ഉള്ളും പുറവും അറിയുന്നവനാണ്, വഹുവ അലാ കുല്ലി ഷൈഇൻ അലീം എല്ലാത്തിൻ്റെ മേലും കഴിവുള്ളവനുമാണ് അല്ലാഹു. ഈ ദിക്ർ നിങ്ങൾ ഇൻഷാ അല്ലാഹ് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചുകൊണ്ട് ഈ ദിക്ർ നിങ്ങൾ പതിവാക്കാം. 145 പ്രാവശ്യം. ഇതിൽ എണ്ണം കൊടുത്തതുപോലെ 145 പ്രാവശ്യം ഇൻഷാ അല്ലാഹ്. ഈ അമൽ നിങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ചാൽ എല്ലാ ആഗ്രഹങ്ങളും എല്ലാ ആവശ്യങ്ങളും അല്ലാഹു നിറവേറ്റി തരുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു. എൻ്റെ എല്ലാ ചെറുതും വലുതുമായ എല്ലാ ആഗ്രഹങ്ങളും അല്ലാഹു നിറവേറ്റി തരും. ഹുവൽ അവ്വലു വൽ ആഖിറു വല്ലാഹിറു വൽ ബാത്തിനു വഹുവ അലാ കുല്ലി ഷൈഇൻ അലീം. ഈ ദിക്റിനെ നിങ്ങൾ പതിവാക്കി കഴിഞ്ഞാൽ എല്ലാ മുറാദുകളും അല്ലാഹു ഹാസിലാക്കി തരും. നിന്റെ എല്ലാ പ്രയാസങ്ങളും, നീ എന്ത് വിഷമിതനാണോ, നീ എന്ത് വിഷമത്തിലാണോ നിൽക്കുന്നത്, അല്ലാഹു ദൂരീകരിച്ചു തരും. നിന്റെ എല്ലാ ആഗ്രഹങ്ങളും അല്ലാഹു സഫലീകരിച്ചു തരും. നിന്റെ എല്ലാ ഹലാലായ എല്ലാ മുറാദുകളും അല്ലാഹു ഹാസിലാക്കി തരും. പോരെ, നമ്മൾക്ക് ഈ അമൽ പോരെ? ഈ അമലിനെ നെഞ്ചോട് ചേർത്ത് വെക്ക്. 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചുകൊണ്ട് 145 പ്രാവശ്യം ഈ അമൽ, ഈ ദിക്ർ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ചൊല്ലി നോക്ക്. തീ പാറും ശക്തിയിൽ എൻ്റെ ആഗ്രഹങ്ങൾ അല്ലാഹു
സഫലീകരിച്ചു തരും. അള്ളാഹു സഫലീകരിച്ചു തരുമാറാകട്ടെ. എൻ്റെ എല്ലാ മുറാദുകളും ആവശ്യങ്ങളും അള്ളാഹു നിറവേറ്റി തരുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു. ഈ അമൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ നെഞ്ചോട് ചേർത്ത് വെക്ക്. ഈ സയ്യിദിയ മജ്ലിസിൽ നിന്ന് ഈ അമൽ നിങ്ങൾ സ്വീകരിക്ക്, നിങ്ങളുടെ ജീവിതത്തിൽ ദായിമാക്ക്, പതിവാക്ക്. നിങ്ങളെല്ലാ ആഗ്രഹങ്ങളും നിങ്ങളെല്ലാ ആവശ്യങ്ങളും അള്ളാഹു നിറവേറ്റി തരും. അള്ളാഹു നിറവേറ്റി തരുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹ് ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകളുണ്ട്. അല്ലാഹുവേ, അവരുടെ എല്ലാ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാഹ്, പരിപൂർണമായി നീ ഹാസിലാക്കണേ അല്ലാഹ്. ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് ധാരാളം മുറാദുകളുണ്ട്. അവരത് കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുന്ന ആളുകളുണ്ട്. അല്ലാഹു അവരുടെ എല്ലാ ചെറുതും വലുതുമായ എല്ലാ ഉദ്ദേശങ്ങളും നീ സഫലീകരിച്ചു കൊടുക്കണേ അല്ലാഹ്. അവരുടെ എല്ലാ ആഗ്രഹങ്ങളും അവരുടെ എല്ലാ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാഹ്. അവരുടെ എല്ലാ ഹലാലായ മുറാദുകൾ അല്ലാഹ് നീ ഹാസിലാക്കണേ അല്ലാഹ്, നീ ഹാസിലാക്കണേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ തമ്പുരാനെ, ഞങ്ങൾക്ക് ഖൈറിന്റെ കവാടം ഞങ്ങൾക്ക് നീ തുറന്നിട്ട് തരണേ അല്ലാഹ്. ഷർറിന്റെ കവാടങ്ങൾ ഞങ്ങളിൽ നിന്ന് കൊട്ടി അടക്കണേ അല്ലാഹ്, നീ കൊട്ടി അടക്കണേ അല്ലാഹ്. ഞങ്ങൾ മരിക്കുന്ന സമയത്ത് ഈമാൻ കാമിലാക്കണേ അല്ലാഹ്, ഈമാൻ പരിപൂർണമാക്കണേ അല്ലാഹ്. ദുനിയാവിന്റെ കാര്യം ചോദിക്കുന്നതിനേക്കാളും ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് പടച്ച റബ്ബേ നിന്റെ ആഖിറത്തിന്റെ കാര്യമാണ് അല്ലാഹ്. ആഖിറം വെളിച്ചമാക്കണേ അല്ലാഹ്. ആഖിറ വിജയികളിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്, ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്, ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ്, മാരക രോഗം കൊണ്ട് ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാഹ്. ഞങ്ങളെ സമ്പത്തിനെയും ഞങ്ങളെ ശരീരത്തെയും കാർന്നു തിന്നുന്ന ക്യാൻസർ, ട്യൂമർ, അറ്റാക്ക് പോലുള്ള മാരകമായ രോഗം അല്ലാഹ് ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാഹ്, നീ നൽകല്ല അല്ലാഹ്. അല്ലാഹു അതിൻ്റെ അണു ഞങ്ങളെ ശരീരത്തെ മൊട്ടിട്ട് മുളക്കുന്നുണ്ടെങ്കിൽ ഈ സാഅത്ത് മുതൽ നീ കരിയിച്ച് കളയണേ അല്ലാഹ്, നീ കരിയിച്ച് കളയണേ അല്ലാഹ്. ശനിയാഴ്ചയും തിങ്കളാഴ്ചയും പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട്, പ്രതിസന്ധികൾ പറഞ്ഞുകൊണ്ട്, നീറുന്ന വേവലാതികൾ പറഞ്ഞുകൊണ്ട്, സങ്കട കണ്ണീരുകൾ പറഞ്ഞുകൊണ്ട് അല്ലാഹുവേ ഇവിടമിൽ ഈ ഇമ്മരപ്പടിയിൽ വരുന്ന ആളുകളുണ്ട്. അല്ലാഹുവേ അവിടെ എല്ലാ പ്രയാസങ്ങളും നീ തീർത്ത് അവർക്ക് സലാമത്ത് കൊടുക്കണേ അല്ലാഹ്, അവർക്ക് രക്ഷയേകണേ അല്ലാഹ്, അവർക്ക് രക്ഷയേകണേ അല്ലാഹ്. അവരെ ബുദ്ധിമുട്ടിക്കല്ല അല്ലാഹ്, അവരെ ബുദ്ധിമുട്ടിക്കല്ല അല്ലാഹ്, അവർക്ക് പ്രയാസങ്ങൾ കൊടുക്കല്ല അല്ലാഹ്. ഞാൻ എപ്പോഴും ദുആ ചെയ്യുന്നത് പോലെ ഞങ്ങളെ മജ്ലിസിനെ സ്നേഹിക്കുന്ന ആളുകൾ, നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ആളുകൾ, സ്ഥിരമായി ഞങ്ങളെ മജ്ലിസ് കാണുന്ന ആളുകൾ, അല്ലാഹുവേ 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 ഞങ്ങളെ ഉപ്പാപ്പ ജമലുല്ലൈൽ ഉപ്പാപ്പയുടെ കാവൽ അവർക്ക് നൽകണേ അല്ലാഹ്, അവരുടെ ജീവിതത്തിൽ ഉടനീളം നൽകണേ അല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ്, നീ അവരെ സംരക്ഷിക്കണേ അല്ലാഹ്, നീ അവരെ സംരക്ഷിക്കണേ അല്ലാഹ്, നീ അവരെ കാത്തോളണേ അല്ലാഹ്. സിഹ്ർ പോലുള്ള പൈശാചികമായ ഉപദ്രവങ്ങൾ അല്ലാഹ് അവർക്ക് നീ നൽകല്ലേ അല്ലാഹ്. സാഹിരീങ്ങളെ സിഹ്റിനെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാഹ്, മാക്കിരീങ്ങളെ മക്റിനെ തൊട്ട് കാക്കണേ അല്ലാഹ്, ളാലിമീങ്ങളെ ളുൽമിനെ തൊട്ട് കാക്കണേ അല്ലാഹ്, ഫത്താനീങ്ങളെ ഫിത്നയെ തൊട്ട് കാക്കണേ അല്ലാഹ്, ഐനീങ്ങളെ ഐനിനെ തൊട്ട് കാക്കണേ അല്ലാഹ്, ചതിയന്മാരെ ചതിയെ തൊട്ട് കാക്കണേ അല്ലാഹ്, നീ കാക്കണേ അല്ലാഹ്. അല്ലാഹ് ഞങ്ങളെ കാത്തോളണേ അല്ലാഹ്, ഞങ്ങളെ കാത്തോളണേ അല്ലാഹ്. ഞങ്ങളെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കണേ അല്ലാഹ്. ഹസദില്ലാത്ത കിബ്റില്ലാത്ത നല്ല സംശുദ്ധമായ ഹൃദയങ്ങളാക്കണേ അല്ലാഹ്, ഹൃദയങ്ങളാക്കണേ അല്ലാഹ്, ഹൃദയങ്ങളാക്കണേ അല്ലാഹ്. ഞങ്ങളെ ഉള്ളും പുറവും നീ വെളുപ്പിക്കണേ അല്ലാഹ്, നീ വെളുപ്പിക്കണേ അല്ലാഹ്, നീ വെളുപ്പിക്കണേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ അല്ലാഹ് ഞങ്ങളെ നന്നാക്കണേ അല്ലാഹ്, ഞങ്ങളെ നന്നാക്കണേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ തമ്പുരാനെ, ഞങ്ങളെ ഉപ്പാപ്പ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൃക്കല്യാണം രണ്ട് കണ്ണുകൊണ്ട് കാണാൻ ഞങ്ങൾക്ക് ഏറ്റമേറ്റം ഹുദവി നൽകണേ അല്ലാഹ്, ഹുദവി നൽകണേ അല്ലാഹ്, ഹുദവി നൽകണേ തമ്പുരാനെ. അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തിരുകരങ്ങളിൽ നിന്നും ഹൗദുൽ കൗസർ കുടിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്, നീ ചേർക്കണേ. റഹ്മുർ റഹീമീനായ തമ്പുരാനെ, നിന്റെ സ്വർഗം ഞങ്ങൾക്ക് അവകാശമില്ല അല്ലാഹ്, നീ ഔദാര്യം കൊണ്ട് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്, ഈ പാപികൾക്ക് നൽകണേ അല്ലാഹ്, നീ നൽകണേ തമ്പുരാനെ. റഹ്മുർ റഹീമീനായ അല്ലാഹ് കത്തിക്കരിയുന്ന ഭീകരമായ നരകം അല്ലാഹ് ഞങ്ങൾക്ക് നീ ഹറാമാക്കണേ അല്ലാഹ്, ഹറാമാക്കണേ അല്ലാഹ്, ഹറാമാക്കണേ തമ്പുരാനെ. റഹ്മുർ റഹീമീനായ അല്ലാഹ്
അല്ലാ. ഞങ്ങളെ സ്വർഗത്തിൽ ഒരുമിപ്പിക്കണേ അല്ലാ. ഈ സയ്യിദിയ മജ്ലിസ് കാണുന്ന ധാരാളം ആളുകളുണ്ട്. അല്ലാഹുവേ, ഞങ്ങളെയും അവരെയും ഈ സ്വർഗത്തിൽ ഒരുമിപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ, ഈ ബന്ധം അല്ലാ സ്വർഗത്തിൽ എത്തിക്കണേ അല്ലാ. ഞങ്ങളെ ഈ കൂട്ടായ്മ അല്ലാ നീ സ്വർഗത്തിൽ എത്തിക്കണേ അല്ലാ. സ്വർഗത്തിൽ എത്തിക്കാനൊരു കാരണമാക്കണേ അല്ലാ. നീ കാരണമാക്കണേ അല്ലാ. നീ കാരണമാക്കണേ തമ്പുരാനെ. ഞങ്ങളെ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അല്ലാ. നീ സ്നേഹിക്കണേ അല്ലാ. നീ സ്നേഹിക്കണേ അല്ലാ. ഞങ്ങളെ കാത്തോളണേ അല്ലാ. ഞങ്ങളെ കാത്തോളണേ അല്ലാ. ഞങ്ങളെ കാത്തോളണേ തമ്പുരാനെ. ബിസ്മില്ലാഹിൽ അമാനുൽ അമാൻ മിൻ സവാലിൽ ഈമാൻ വമിൻ ശർരിശ് ശൈത്താൻ വമിൻ ളുൽമിസ് സുൽത്താൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.